നമസ്കാരം. ഇന്നത്തെ പാഠം മനോരോഗങ്ങൾ അഥവാ മനോവൈകല്യങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ പാസിവിറ്റി തിയറി എന്നാണ് വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിൽ അതിന് പറയുന്നത്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. മനോരോഗങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പൊതുവായിട്ട്. അതിൽ ന്യൂറോസിസ് എന്ന് പറയുന്നത് ഉത്കണ്ഠയുമായിട്ട് ബന്ധപ്പെട്ട മനോരോഗങ്ങളാണ്. സൈക്കോസിസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രബലമായ, ചിലപ്പോൾ സ്ഥലകാല അവയർനെസ് ബോധം തന്നെ ഇല്ലാതെ പോകുന്ന തരം ഗൗരവമുള്ള മാനസിക രോഗങ്ങളാണ്. ആധുനിക വൈദ്യശാസ്ത്ര ചികിത്സയിൽ അല്ലെങ്കിൽ സൈക്യാട്രിയിൽ മനോരോഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ ഉപയോഗിച്ചാണ്. അത് ഒന്ന് DSM ക്രൈറ്റീരിയ എന്ന് പറയും, മറ്റേത് WHO ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അനുസരിച്ചാണ്. വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിൽ മനോരോഗങ്ങളെ തരംതിരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മനോരോഗം എന്ന് തന്നെ പറയുന്നില്ല, മനോവൈകല്യങ്ങൾ എന്ന് പറയുന്നതായിരിക്കും വിനിമയ അപഗ്രഥന ശാസ്ത്രം അനുസരിച്ച് കുറച്ചുകൂടെ ശരി. അതിൽ വ്യക്തിഭാവങ്ങളെ നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചനങ്ങൾക്കനുസരിച്ചാണ് മനോവൈകല്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് പുറകെ കാണാം. എല്ലാ മനുഷ്യരിലും ഏറിയും കുറഞ്ഞും മനോവൈകല്യങ്ങൾ ഉണ്ടെന്നുള്ളത് വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിലെ ഒരു പൊതുപ്രമാണമാണ്. വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിലെ മനോവൈകല്യം എന്ന് പറയുമ്പോഴും ദൈനംദിന യാഥാർത്ഥ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളെ മനോരോഗികളെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ അതിന് ശാസ്ത്ര ചികിത്സ നൽകാവുന്ന ആശുപത്രികളിലേക്ക് അയക്കുകയാണ് പൊതുവെ പതിവ്. മനോവൈകല്യങ്ങൾ എന്ന് പറയുന്നത് വിനിമയ അപഗ്രഥന ശാസ്ത്രം അനുസരിച്ച് വ്യക്തിഭാവങ്ങളിലെ വൈകല്യങ്ങളാണ്. വ്യക്തിഭാവങ്ങളുടെ തനിമ നഷ്ടപ്പെട്ടു പോകുന്നതനുസരിച്ചാണ് മനോവൈകല്യങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് അടിസ്ഥാനമായിട്ട് വിനിമയശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പം അത് രണ്ട് തരം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് കളങ്കപ്പെടലെന്ന് പറയും, മറ്റൊന്ന് ഒഴിവാക്കലെന്ന് പറയും. അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ട് കാണാം. പ്രധാനമായ വ്യക്തിവൈകല്യം കളങ്കപ്പെടൽ അഥവാ കണ്ടാമിനേഷൻ എന്നാണ് വിനിമയ അപഗ്രഥന ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കേണ്ട പക്വഭാവം കളങ്കപ്പെടുന്നു എന്നാണ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. എങ്ങനെയാണ് പക്വഭാവം കളങ്കപ്പെടുന്നത്? ഭൂതകാലത്തിൻ്റെ ശേഷിപ്പുകളായ പിതൃഭാവവും ശിശുഭാവവും വർത്തമാനകാലത്തിൽ ഏറ്റവും ഉപയോഗിക്കേണ്ട പക്വഭാവത്തിനെ കളങ്കപ്പെടുത്തുന്നു എന്നാണ് ഈ തിയറി പറയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വീണ്ടും കിടക്കാം. കളങ്കപ്പെടലുകൾ തന്നെ പലതരമുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ തരം പക്വഭാവത്തിനെ കളങ്കപ്പെടുത്തുന്നതാണ്. അതായത് പിതൃഭാവത്തിലുള്ള മുൻവിധികൾ പക്വഭാവത്തിൽ നിന്നുള്ള ചിന്തകളാണെന്ന് തെറ്റിദ്ധരിച്ച് പെരുമാറുന്നതാണ് ഇത്തരം കളങ്കപ്പെടൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരവരെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നായിരിക്കും സാധാരണ സംസാരിക്കാറ്. അത് അവരുടെ ഒരു പ്രത്യേക ലക്ഷണമായിട്ട് കണക്കാക്കാം. രണ്ടാമത്തെ തരം കളങ്കപ്പെടൽ ശിശുഭാവം പക്വഭാവത്തിനെ കളങ്കപ്പെടുത്തുന്നതാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിശുഭാവത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ പക്വഭാവത്തിൽ നിന്നുള്ള ചിന്തകളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. അതായത് ശിശുവിനെ പോലെ തോന്നിയിട്ട് പറയുന്ന കാര്യങ്ങൾ പക്വഭാവത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചവർ പറയും. കാൽപ്പനിക ചിന്തകളൊക്കെ ഉണ്ട്, അത് വാസ്തവമാണെന്ന് അവർ ധരിക്കും. അപ്പോൾ എന്നിട്ട് അവർ ചെറുപ്പത്തിലെ പോലെ പെരുമാറുകയും ചെയ്യും. അപ്പം ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ തരം കളങ്കപ്പെടൽ എന്ന് പറയുന്നത് ഡബിൾ കണ്ടാമിനേഷൻ എന്ന് പറയും. അതായത് ഒരേ സമയം പിതൃഭാവവും പക്വഭാവവും ഒരേ സമയം പിതൃഭാവവും ശിശുഭാവവും രണ്ടും പക്വഭാവത്തിനെ കളങ്കപ്പെടുത്തുന്നതാണ് ഡബിൾ കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ എല്ലാത്തരം കണ്ടാമിനേഷനിലും എപ്പോഴും ഈ രണ്ട് ഭാഗങ്ങളും ഉണ്ടെന്നാണ് പൊതുവെ തിയറിസ്റ്റുകളെല്ലാം അഭിപ്രായപ്പെടുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇവരെപ്പോഴും പിതൃഭാവത്തിലെ ഓരോ ആദർശവാക്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാം ശരിയാണെന്ന് ശിശുഭാവം എഗ്രി ചെയ്യുകയും ചെയ്യും.
അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു എക്സസൈസാണ്. വ്യക്തിഭാവങ്ങളുടെ ചിത്രങ്ങൾ വരച്ചിട്ട് കളങ്കപ്പെടലുകൾ എത്ര തരം ഉണ്ടെന്ന് അടയാളപ്പെടുത്തുക. എത്ര തരം കളങ്കപ്പെടലുകൾ ഉണ്ടെന്നുള്ള അത്രയും 3 വ്യക്തിഭാവങ്ങളും ചേർത്ത് വരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ ആരംഭിച്ച് കാണുക. തൽക്കാലം വീഡിയോ നിർത്തുക. വിനിമയ അപഗ്രഥന ശാസ്ത്രം അനുസരിച്ച് രണ്ടാമത്തെ തരം മനോവൈകല്യം എക്സ്ക്ലൂഷൻ അഥവാ ഒഴിവാക്കലാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തിഭാവത്തെ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഒഴിവാക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം. അപ്പം 3 വ്യക്തിഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാതിരിക്കുന്ന അവസ്ഥയാണ് ഒഴിവാക്കൽ. അത് എത്ര തരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പിതൃഭാവം ഉപയോഗിക്കുന്നില്ല, ഇവിടെ പക്വഭാവം ഉപയോഗിക്കുന്നില്ല, ഇവിടെ ശിശുഭാവം ഉപയോഗിക്കുന്നില്ല. ഇതിനെ ചിത്രീകരിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തുടർന്ന് പഠിക്കാം. പിതൃഭാവം ഒഴിവാക്കുന്നവർ എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. പിതൃഭാവം ഒഴിവാക്കുന്നവർ സമൂഹ നിയമങ്ങളൊന്നും അനുസരിക്കാത്തവരാണ്. അവർക്ക് അവരുടേതായ നിയമങ്ങളായിരിക്കും. പക്വഭാവം ഒഴിവാക്കുന്നവർ അവരുടെ പിതൃഭാവവും ശിശുഭാവവും തമ്മിൽ എപ്പോഴും ഉള്ളിലൊരു വടംവലിയായിരിക്കും. അത് കാരണം പുറമേ നമ്മളെപ്പോഴും അവരുടെ പക്വഭാവം കാണാറേ ഇല്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ശിശുഭാവം ഒഴിവാക്കുന്നവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വികാരം തീരെ പ്രകടിപ്പിക്കാറില്ല. അവർ കാര്യമാത്ര പ്രസക്തമായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പൊതുവെ ആളുകൾക്ക് പ്രയാസമായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒഴിവാക്കലിലെ വേറൊരു വകഭേദമാണ് സ്ഥിരഭാവങ്ങളെന്ന് പറയും. ആദ്യം കണ്ടത് സ്ഥിരമായിട്ട് പേരൻ്റ് മാത്രം അല്ലെങ്കിൽ പിതൃഭാവം മാത്രം പ്രകടിപ്പിക്കുന്നൊരു രൂപം. രണ്ടാമത് കണ്ടത് സ്ഥിരമായിട്ട് അഡൾട്ടിനെ മാത്രം അല്ലെങ്കിൽ പക്വഭാവം മാത്രം ഉപയോഗിക്കുന്ന ഒരാൾ. മൂന്നാമത് വന്നത് സ്ഥിരമായിട്ട് ശിശുഭാവം മാത്രം ഉപയോഗിക്കുന്ന ഒരാൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത ഇതിൽ കാണാം. അപ്പം സ്ഥിര പിതൃഭാവം ഉള്ളവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും മറ്റേ 2 ഭാവവും പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അപ്പോൾ അവരെങ്ങനെയായിരിക്കും? അവർ പഴഞ്ചൻ വിശ്വാസ പ്രമാണങ്ങളും മാത്രമേ അവർക്ക് സ്വീകാര്യമുള്ളൂ. പുതിയൊരു കാര്യം അവരുമായിട്ട് സംസാരിക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. അവർ കൂട്ടുകൂടുന്നത് വളരെ കുറവാണ്. കാരണം അവർക്ക് അവരുടെ പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയേ അവർക്ക് വേണ്ടത്. അവർക്ക് ഒരു മാറ്റങ്ങളും വരുത്താൻ ഇഷ്ടമുള്ളവരല്ല. അതാണ് അവരുടെ ഒരു പ്രത്യേകത. സ്ഥിര പക്വഭാവ പെരുമാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിക്കേ. അവരെപ്പോഴും കാര്യമാത്ര പ്രസക്തമായിട്ട് തമാശകളൊന്നുമില്ലാതെ ജോലി മാത്രം ചെയ്തുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുകളാണ്. അവർ ജോലിയിൽ വളരെ ഫലപ്രദരായിരിക്കും. പക്ഷേ സാധാരണ ജീവിതത്തിൽ അവരുടെ ബന്ധങ്ങളൊക്കെ വളരെ മോശമായിരിക്കും. അവരൊക്കെ ചിലപ്പം ചില കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല ചിലർ പറയുന്നത്. അവരൊക്കെ എപ്പോഴും സ്വന്തം നിയമങ്ങളായിരിക്കും. അവർക്കെല്ലാത്തിനും ഒരു ജസ്റ്റിഫിക്കേഷൻ കാണും. സ്ഥിര ശിശുഭാവമാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിയേ. അവർക്കെല്ലാം കളിതമാശ. അവർക്ക് ഗൗരവമുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ അവർക്ക് എന്നാ സംഭവിക്കുന്നത്? പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ തളർന്നു പോകും. അല്ലെങ്കിൽ അവർക്ക് അനുസരിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എല്ലാം അനുസരിക്കും, അല്ലെങ്കിൽ എതിർക്കാൻ അറിയത്തില്ല. അങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി ഒരു എക്സസൈസ് ചെയ്യുക. വ്യക്തിഭാവങ്ങളുടെ ചിത്രം വരച്ചിട്ട് ഒഴിവാക്കലുകൾ എത്ര തരമുണ്ട് എന്നൊന്ന് ചിത്രത്തിൽ കൂടെ വ്യക്തമാക്കുക. പലതരം ഒഴിവാക്കലുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. വേണമെങ്കിൽ പുറകോട്ട് പോയിട്ട് നോക്കാം. വീഡിയോ നിർത്തിയിട്ട് വരച്ചിട്ട് തുടർന്ന് കേൾക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പാസിവിറ്റി തിയറി അഥവാ നിഷ്ക്രിയതാ സിദ്ധാന്തം എന്നൊന്നാണ്. നിഷ്ക്രിയത്വം എന്ന് വെച്ചാൽ പ്രശ്നങ്ങളുടെ കാര്യകാരണങ്ങൾ അന്വേഷിക്കാതെ എനിക്ക് പറ്റില്ല എന്ന് തീരുമാനിച്ച് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുന്നവരാണ്. ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുക മാത്രമല്ല, അതിന് ഫലപ്രദമല്ലാത്ത പല കാര്യങ്ങളും അവർ ചെയ്തെന്നും ഇരിക്കും. അതും ഒരു തരം നിഷ്ക്രിയത തന്നെയാണ്. നിഷ്ക്രിയതാ സിദ്ധാന്തത്തെക്കുറിച്ച് 2 പ്രധാന ആശയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പ്രശ്നങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയും അതിന് വേണ്ട വിധം പരിഹാരം കാണാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. ലഭ്യമായ കഴിവുകളും വിഭവങ്ങളും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. രണ്ടാമത്, ചിലതിനൊക്കെ വില കുറയ്ക്കും, ചിലതിനൊക്കെ വില കൂട്ടും. അങ്ങനെ ഒരു തരം
രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ചിലത് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമുക്ക് കാണാവുന്നത്. പ്രശ്നത്തിൻ്റെ സന്ദർഭം, പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുള്ള 2 പേര്, ഒന്ന് വേറൊരാൾ, ഒന്ന് ഒരാൾ. അപ്പോൾ ഇവരിൽ ഒരാളുടെ വില കൂട്ടും, ഒരാളുടെ വില കുറയ്ക്കും, അല്ലെ സന്ദർഭത്തിൻ്റെ വില കുറയ്ക്കും, ആളിൻ്റെ വില കൂട്ടും. ഇങ്ങനെ പല രീതിയിൽ നിഷ്ക്രിയത നമുക്ക് കാണാവുന്നതാണ്. ഞാൻ പറഞ്ഞു നിഷ്ക്രിയത എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുകയല്ല, ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഒരുതരം പ്രത്യേകതരം ബിഹേവിയറാണ്. 4 പ്രത്യേകതരം ബിഹേവിയറുകൾ അല്ലെങ്കിൽ പെരുമാറ്റ രീതികൾ നിഷ്ക്രിയമായ പെരുമാറ്റങ്ങളെന്ന് വിനിമയ അപഗ്രഥന ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഒരുതരം പെരുമാറ്റമാണ്. 2, പ്രശ്നത്തിൽ അങ്ങ് കയറി ഇടപെട്ട് എല്ലാം മറന്ന് സ്വന്തം കഴിവിനെക്കുറിച്ചോ ആവശ്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ പ്രയോജനകരമല്ലാത്ത രീതിയിൽ ധൃതിപ്പെട്ട് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക, അവസാനം കുളമാക്കുകയും ചെയ്യും. 3, പ്രശ്നം എന്നാന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് പ്രശ്നത്തിലേക്ക് എടുത്തങ്ങ് ചാടും, പ്രക്ഷോഭിക്കുക. 4, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം ഒന്നുകിൽ തളർന്നു പോവും, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കും. ഇങ്ങനെ 4 ക്രിയാത്മകമല്ലാത്ത അല്ലെങ്കിൽ പ്രയോജനകരമല്ലാത്ത പെരുമാറ്റങ്ങളാണ്, പ്രത്യേകിച്ചും പ്രശ്നങ്ങൾ വരുമ്പോൾ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ നിഷ്ക്രിയതയുടെ അല്ലെങ്കിൽ പ്രയോജനകരമല്ലാത്ത പെരുമാറ്റങ്ങളുടെ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങളുടെ വിശദീകരിക്കുന്ന ഏതാനും പ്രത്യേക തിയറികളുണ്ട്. അത് ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ ഒന്ന് കാണാം, വിശദമായിട്ട് പുറകെ പഠിക്കാം. അതിലൊന്നാണിപ്പോൾ നമ്മൾ പഠിച്ച നിഷ്ക്രിയതയും വിലയിടിക്കലും. 2, വേലത്തരങ്ങൾ അഥവാ അടവുകളെന്ന് പറയും, അത് പിന്നെ പഠിക്കാം. അല്ലെ വഴക്കുകൾ അതിൽപ്പെടുന്നതാണ്. പിന്നെ വൈകാരിക കോലാഹലങ്ങൾ അല്ലെങ്കിൽ ആത്മവഞ്ചന എന്ന് നമുക്കതിനെ വിളിക്കാം, വികാരങ്ങളുടെ കള്ളക്കടത്താണത്. പിന്നൊന്ന് അനാരോഗ്യകരമായ ജീവിത നിലപാടുകളാണ്. പിന്നെ വേറൊരു തിയറി തലയിലെഴുത്തെന്നുള്ളതാണ്. പിന്നെ തലയിലെഴുതിൻ്റെ ഒരു ഘടന എങ്ങനെയാണെന്ന് വിശദമാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതെല്ലാം നമുക്ക് പുറകെ പഠിക്കാനുള്ളതാണ്. ഇതെല്ലാം തന്നെ നിഷ്ക്രിയതയുടെ അല്ലെങ്കിൽ നിഷ്ക്രിയത കൊണ്ട് അല്ലെങ്കിൽ പ്രയോജനകരമായ പെരുമാറ്റ രീതികളില്ലാത്തത് കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ വിശദീകരിക്കുന്ന വിനിമയ അപഗ്രഥന ശാസ്ത്രത്തിൻ്റെ പ്രത്യേക സിദ്ധാന്തങ്ങളാണ്. ഈ നിഷ്ക്രിയതയ്ക്ക് കാരണമാകുന്ന വിലയിടിക്കലിനെ കുറിച്ച് അല്പം വിശദമായിട്ട് പഠിക്കാം. വിലയിടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്നിൻ്റെ വിലയിടിച്ചാൽ വേറൊന്നിൻ്റെ വില കൂട്ടും. അതാണ് വിലയിടിക്കലിലെ പ്രശ്നം. അതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് വേഴ്സസ് ഗ്രാൻഡിയോസിറ്റി എന്ന് പറയും. എനിക്ക് വില കുറച്ചാൽ മറ്റേ ആൾക്ക് വില കൂട്ടും, അതാണ്. അപ്പോൾ ഈ വിലയിടിക്കലുകൾ പലതരം ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്ട്രക്ചറുണ്ട്, ഡിസ്കൗണ്ട് മാട്രിക്സ് എന്ന് പറയും. നമുക്ക് അടുത്തതായിട്ട് അത് കാണാം. ഇത് വിലയിടിക്കൽ പ്രക്രിയയുടെ ഒരു ഭൂമികയാണ്, ഒരു സ്ട്രക്ചറാണ്. ഇവിടെ ഇടതുവശത്ത് കാണുന്നത് പലതരം വിലയിടിക്കലുകളാണ്, വലത്തോട്ട് കാണുന്നത് വിലയിടിക്കലുകളുടെ പല തലങ്ങളാണ്. അപ്പം വിലയിടിക്കൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ, അതാണ് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സാങ്കത്യം. രണ്ടാമത്തെ തരം, അതിൽ എന്ത് മാറ്റം വരുത്തിയാൽ ഈ വിലയിടിക്കുന്ന പ്രക്രിയ മാറ്റാം, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. നാലാമത്തത്, മാറ്റം വരുത്താൻ എനിക്ക് കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ 4 തരം കാര്യങ്ങളെ വിലയിടിക്കുന്നതായിട്ട് കാണാം. അതുപോലെ 3 തലങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ലഭിക്കുന്ന ചോദനകളെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ വിലയിടിച്ച് കാണുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ചുമ വന്നു, അത് സാരമില്ലെന്ന് പറയും, അതൊരു ചോദനയെ വിലയിടിക്കുന്നതാണ്. അതുപോലെ ഒരു പ്രശ്നം, എന്താണ് ചുമ സാരമില്ല എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം? ചുമ ചിലപ്പോൾ ഗൗരവമായ ഒരു രോഗമായിരിക്കാം. അപ്പോൾ ചുമ സാരമില്ലെന്ന് പറഞ്ഞാൽ ആ ഗൗരവമായ രോഗം സാരമില്ലെന്നും കൂടെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ആരോ നിങ്ങൾക്ക് കാണാം. ഒരിടത്ത് വിലയിടിച്ചാൽ അതിനപ്പുറത്തുള്ള മുകളിലുള്ളതും കൂടെ വിലയിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു തലം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാര സാധ്യതയുള്ളതാണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ചുമയെക്കുറിച്ച് തന്നെ എടുത്താൽ, ചുമയ്ക്ക് പരിഹാര സാധ്യതയേ ഉണ്ട്, പക്ഷേ നമ്മൾ അതിനെയും വിലയിടിച്ചിരിക്കുകയാണ് ചുമ സാരമില്ലെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും പല തലങ്ങളിലും
പല രീതികളിലും അതിനെ വിലയിടിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ രീതികളും തലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. അതാണ് ഇവിടെ ഈ ആരോകൾ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് വിശദമായിട്ട് പഠിക്കണമെങ്കിൽ ഒരു ഉദാഹരണം എടുത്ത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അത് നമുക്ക് പിന്നെ ചെയ്യാം. ഇതൊരു പ്രായോഗിക പരിശീലനമാണ്. നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയ അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കുക. അവിടെ നിങ്ങൾ ഏത് കാര്യത്തിനാണ് വില കുറച്ച് പെരുമാറിയത് എന്ന് കണ്ടെത്താൻ ഒരു പരിശ്രമം നടത്തുക. അവിടെ ആ വില കുറയ്ക്കാതെ നിങ്ങൾ പെരുമാറിയിരുന്നെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ധാരണകൾ ഒന്ന് എഴുതി വയ്ക്കുക. നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ അത് ഡിസ്കസ് ചെയ്ത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഗെയിം അഥവാ അടവെന്നൊരാശയം മുമ്പേ പറഞ്ഞായിരുന്നു. അതിവിടെ ഒന്ന് തുടങ്ങി വയ്ക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതിനൊരു നിർവചനമുണ്ട്. അതായത് സുതാര്യമല്ലാത്ത അല്ലെങ്കിൽ ഗോപ്യമായിട്ടുള്ള സംഭാഷണങ്ങളുടെ ഒരു ശൃംഖലയുടെ ഒടുവിൽ ഒരു പ്രതീക്ഷിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ് അതിനെ നമ്മൾ ഗെയിം എന്ന് പറയുന്നത്. പ്രതീക്ഷിച്ച എന്ന് പറഞ്ഞാൽ ബോധ മനസ്സ് പ്രതീക്ഷിച്ച എന്നല്ല, അബോധ മനസ്സ് പ്രതീക്ഷിച്ച എന്നാണ്. സംഭവിച്ചു കഴിയുമ്പോഴേ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആരും അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മനസ്സറിയാതെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് അടവുകൾ അഥവാ കളികൾ എന്ന് പറയുന്നത്. താങ്ക് യു. ഇന്നത്തെ ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ഗഹനമാണെന്ന് എനിക്കറിയാം, പക്ഷെ തുടർന്നുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പം കുറെ കൂടെ വ്യക്തമായിക്കൊള്ളും.